പ്രസാദം തരേണേ പകലിൻ്റെ നാഥ, പകരം തരാമെൻ്റെ ഹൃദയം. പ്രസാദം തരേണേ പകലിൻ്റെ നാഥ, പകരം തരാമെൻ്റെ ഹൃദയം. പുഷ്പാർച്ചനയ്ക്കെൻ്റെ ഇഷ്ടങ്ങൾ നൽകാം, പുഷ്പാർച്ചനയ്ക്കെൻ്റെ ഇഷ്ടങ്ങൾ നൽകാം. പകരം തരേണേ നിൻ കൃപകൾ, പകരം തരേണേ നിൻ കൃപകൾ. പ്രസാദം തരേണേ പകലിൻ്റെ നാഥ, പകരം തരാമെൻ്റെ ഹൃദയം. കാൽവരി മലയിലെ മരക്കുരിശു തന്നിൽ പിടഞ്ഞു നീ പ്രാണൻ വെടിഞ്ഞു. കാൽവരി മലയിലെ മരക്കുരിശു തന്നിൽ പിടഞ്ഞു നീ പ്രാണൻ വെടിഞ്ഞു. ആബാ പിതാവേ, അന്നു നീ അനുവാദം തന്നു, അന്നു നീ അനുവാദം തന്നു. പ്രസാദം തരേണേ പകലിൻ്റെ നാഥ, പകരം തരാമെൻ്റെ ഹൃദയം. സ്വർഗീയ സ്തുതികളിൽ വാഴും മഹേശ, അതിധന്യമവിടുത്തെ സ്നേഹം. സ്വർഗീയ സ്തുതികളിൽ വാഴും മഹേശ, അതിധന്യമവിടുത്തെ സ്നേഹം. ദിവ്യ സന്തോഷം സന്തോഷം ഇന്നെൻ്റെ ഉള്ളിൽ ജീവന്റെ ദീപം തെളിച്ചു, ജീവന്റെ ദീപം തെളിച്ചു. പ്രസാദം തരേണേ പകലിൻ്റെ നാഥ, പകരം തരാമെൻ്റെ ഹൃദയം. പുഷ്പാർച്ചനയ്ക്കെൻ്റെ ഇഷ്ടങ്ങൾ നൽകാം, പുഷ്പാർച്ചനയ്ക്കെൻ്റെ ഇഷ്ടങ്ങൾ നൽകാം. പകരം തരേണേ നിൻ കൃപകൾ, പകരം തരേണേ നിൻ കൃപകൾ. പ്രസാദം തരേണേ പകലിൻ്റെ നാഥ, പകരം തരാമെൻ്റെ ഹൃദയം.
തന്ന സ്നേഹത്തെയോർക്കാം. പരിപാവന പാദത്തിൽ വീണു നമിക്കാം. പരമാനന്ദത്തോടു പാടിപ്പുകഴ്ത്താം. പരമപിതാവിനെ പാടി സ്തുതിക്കാം. തിരുമകനെ തന്ന സ്നേഹത്തെയോർക്കാം. പരിപാവന പാദത്തിൽ വീണു നമിക്കാം. പരമാനന്ദത്തോടു പാടിപ്പുകഴ്ത്താം. അഖിലാണ്ടമെല്ലാം ഉളവാക്കി വാക്കാൽ എങ്കിലും മാനവരക്ഷ സാധിക്കാൻ തൻ കുമാരൻ തിരുചങ്കിലെ രക്തം ചൊരിവതിനായി താതനനുവദിച്ചല്ലോ. ഒരു കണ്ണീനും ദയ തോന്നാതെ നമ്മൾ പരിതാപം പൂണ്ടു കിടന്നൊരു നേരം അരികെ വന്നാശ്വാസം തന്നൊരു സ്നേഹം അകമേ നീനച്ചു വണങ്ങി നമിക്കാം. തിരുവചനം നമ്മൾക്കു വഴികാട്ടുവാനും പരിശുദ്ധാത്മാവിനെ ഗുരുഭൂതനായും പരിപാലിപ്പാനായി ദൂതഗണത്തെയും തരുവാൻ പ്രസാദിച്ച താതന്നു സ്തോത്രം. സ്വർഗസ്ഥ താതന്നു സ്തോത്രം സ്തോത്രം. ക്രിസ്തേശുനാഥനു സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഭവനത്തിൽ കർത്താവായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചുന്ന എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തീകരിച്ചും കഴിഞ്ഞ 25 വർഷമായിട്ട് അങ്ങേക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടേറെ മനുഷ്യർക്ക് അങ്ങനെ സ്നേഹം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ നൽകിയ അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു. ഇതുവരെ എന്നെ ആയിട്ട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. കർത്താവ് പ്രത്യേകിച്ചും സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന അപ്പച്ചായ അമ്മച്ചിയെ ഓർക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ രാജ്യത്തിൽ മഹത്വത്തിൽ എന്നും അങ്ങയുടെ സ്തുതിപാട് ആളക്രമം കൊടുക്കണം. കർത്താവ് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നത്തെ എല്ലാ കുർബാനയും മറ്റു കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥനയെല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാനുള്ള കൃപ അനുഗ്രഹം നൽകണം. ഒട്ടേറെ ആൾക്കാർക്ക് സന്തോഷം പരുന്നതിന് പ്രചോദനം നൽകുന്ന ഒരു നല്ല ദിവസമായിട്ട് ഇന്ന ദിവസത്തെ മാറ്റണമേ. കർത്താവ് ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അങ്ങേടത്തിലേക്ക് വിശേഷമായി സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സ്തുതിയും വിശേഷ കൃപയും പിതാവായതിന്റെ സ്നേഹ പരിസ്ഥാന സ്വാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെ പുത്രനെയും നാമത്തിൽ ദ്രവ്യമായൻ ജീവിതം നാഥനേക കരുണാ
സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ബലിവേദികൾ തിരുയാഗദ്രവ്യമായ ജീവിതം നാഥനേകാൻ. കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. തിരുമുമ്പിൽ നിൽക്കുമീ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. തിരുമുമ്പിൽ നിൽക്കുമീ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. കാഴ്ചയേകാനായി വരുമ്പോൾ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാൻ എൻ്റെ ആത്മാവികൾ താര തീർക്കാൻ. ബലിവേദികൾ തിരുയാഗദ്രവ്യമായ ജീവിതം നാഥനേകാൻ. കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ആത്മസദനം നിന്നെ സ്വീകരിക്കാൻ ആഗ്രഹിപ്പൂ. ഇരുൾ തിങ്ങുമെന്നാത്മസദനം നിന്നെ സ്വീകരിക്കാൻ ആഗ്രഹിപ്പൂ. പാപി ഞാൻ എന്നാലും നാഥ, പകരും മാനസം നിന്നോടു ചേർക്കൂ. എൻ്റെ ആത്മാർപ്പണം സ്വീകരിക്കൂ. ബലിവേദികൾ തിരുയാഗദ്രവ്യമായ ജീവിതം നാഥനേകാൻ. കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ബലിവേദികൾ തിരുയാഗദ്രവ്യമായ ജീവിതം നാഥനേകാൻ. കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. കനിവോടെ അനുഗ്രഹിക്കൂ. കനിവോടെ അനുഗ്രഹിക്കൂ.
കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിബോധം ഞങ്ങൾ പാടാം. ആരാധന ആരാധന പാപവുമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. പാപവുമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അതിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന
സമയമാണല്ലോ. നമുക്കറിയാം 25 വർഷക്കാലം പൗരോഹിത്യത്തിൽ ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുക എന്നതിനേക്കാൾ ഏറ്റവും വലിയ സൗഭാഗ്യം മറ്റൊന്നുമില്ല. അത് തീർച്ചയായും അച്ഛൻ്റെ അനുഗ്രഹപ്രദമായ ജീവിതം മറ്റുള്ളവർക്കും അനുഗ്രഹപ്രദമായി തീർന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അച്ഛൻ്റെ ജീവിതം തന്നെ സാക്ഷിയാണ്. അച്ഛന് നമുക്ക് എല്ലാവരുടെയും വലിയ ആശംസകൾ അറിയിക്കുന്നു. അച്ഛൻ്റെ 20 വർഷത്തെ സമർപ്പണം, ആ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ബലിയർപ്പണത്തിൽ നമുക്ക് പങ്കുചേർന്നുകൊണ്ട് അച്ഛന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തീർച്ചയായും അച്ഛൻ്റെ പ്രാർത്ഥന നമ്മളോടൊപ്പമുണ്ട് എന്നൊരു സംശയമില്ല. നമുക്കതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അതിനെ തിരിച്ചറിയിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ദൈവത്തോടുള്ള നന്ദിയോടും ഒട്ടേറെ ആൾക്കാരുടെ കടപ്പാടോടും കൂടിയാണ് ഇവിടെ ഒരുമിച്ചിരിക്കുക. ദൈവം തന്ന ജീവിതവും ദൈവം തന്ന ദൈവവിളിയും സ്വീകരിക്കാൻ സാധിക്കുന്നത് ഒട്ടേറെ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഒട്ടേറെ ആൾക്കാരുടെ വിശ്വാസത്താൽ ആ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കാനും നല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള തീരുമാനം എടുക്കാനും സാധിച്ചതിന് ഒട്ടേറെ ആൾക്കാരുടെ സ്നേഹവും പ്രാർത്ഥനയും അവരുടെ പ്രചോദനങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത ഈ ലോകത്തിലേക്ക് വരാൻ വന്ന സമയം മുതൽ ഇതുവരെ എന്നെ സഹായിച്ച എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായിട്ട് സ്ഥലത്തിലേക്ക് പോയിരിക്കുന്ന വലിയച്ചാച്ചനെയും വലിയമ്മച്ചിയെയും വലിയച്ഛമാരെയും അമ്മച്ചിയുടെ ചാച്ചനെയും അമ്മയെയും വലിയച്ഛനെയും വലിയമ്മയും അച്ഛാനെയും അമ്മച്ചിയെയും മറ്റെല്ലാ സഹോദരന്മാരെയും പ്രത്യേകമായിട്ട് ഈ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. ദൈവം അവർക്ക് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യ ജീവൻ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എന്നെ സ്നേഹിച്ച് എന്നുമായിട്ട് സഹകരിച്ച് എപ്പോഴും എന്നെ കൂട്ടായി നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് സംഭവിച്ച് പ്രാർത്ഥന. ദൈവം നമ്മളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്നേഹിതായ അച്ഛന്മാരെയും സന്യാസരെയും എല്ലാവരെയും സംഭവിച്ച് പ്രാർത്ഥന ഒരുമിച്ച് ദൈവത്തോട് എന്ന് പറയാം. ചിതരായി തീർന്നീട നവമൊരു പീഠമൊരു പീഡ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അടച്ചിട അന്നാ പെസഹ തിരുനാളിൽ ഭൂമിയിലെന്നും മർത്യശാന്തി ഭൂമിയിലെന്നും
ലോകത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താരകമയോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ആദനും അതുപോലാത്മജനും ോഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കും അതുപോലെ. ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള എന്നാൽ കൃത്യത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകലസഭായികൾ നന്മകൾ നിറഞ്ഞ മുടിഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സ്ഥലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നിസ്സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 25 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശദീകരിക്കണം. ദേശവാസികളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങളുടെ ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം.
ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരി വള്ളികളുടെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ആവാസ സ്ഥലത്തേക്ക് തിരികെ പോകണം. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഇസ്രായേൽ ജനത എന്നിൽ നിന്നും വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സദേക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം. മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുൻപിൽ നിൽക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയിൽ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം. എൻ്റെ വിധികളനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത്. നിശ്ചിത തിരുനാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാബത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാര ബലി അർപ്പിക്കണം. അവർക്ക് പൈതൃകാവകാശം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് അവരുടെ അവകാശം. നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത്. ഞാനാണ് അവരുടെ സ്വത്ത്. ധാന്യബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം. ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള ആദ്യ ഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ്. നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കുവാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതന്മാർക്ക് കൊടുക്കണം. ദൈവമായ കർത്താവിന് സ്തുതി. അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ വീണ്ടും പറഞ്ഞു,
സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയാർക്കീസ്മാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനയർക്ക് വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും, പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട സാബോസിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർവുറ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഫൈത്തേനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരാതനമായ വഴി സമാധാനം സമൃദ്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശുദ്ധരായി ഏകാർത്തിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മഹിമയ്ക്കായി
മാനസവും കറയേറ്റ എന്നുടെ ആത്മാവും മുറിവേറ്റ മാനസവും കറയേറ്റ എന്നുടെ ആത്മാവും കാരുണ്യവാനായ തമ്പുരാനേ നീ ഇന്നു കൈക്കൊള്ളണേ പാവനമേ അൾത്താരയിൽ പൂജ്യമീ ബലിവേദി ഹൃദയത്തിൻ നൊമ്പരവും കവിളിലുണങ്ങാത്ത കണ്ണീരും ഹൃദയത്തിൻ നൊമ്പരവും കവിളിലുണങ്ങാത്ത കണ്ണീരും സ്നേഹസ്വരൂപായ പിതാവേ സ്വീകരിച്ചിടണമേ പാവനമേ അൾത്താരയിൽ പൂജ്യമീ ബലിവേദിയിൽ ഈ കാസയിൽ പീലാസയിൽ കാഴ്ചവയ്ക്കും നിന്റെ ഈ ജീവിതം പാവനമേ അൾത്താരയിൽ പൂജ്യമീ ബലിവേദിയിൽ. Welcoming you all for this prestigious occasion of Reverend Father Sabu Muriyanvelil. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അച്ഛൻ്റെ സിൽവർ ജൂബിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 25 വർഷത്തെ വൈദിക ശുശ്രൂഷയിൽ നിന്നും he gives the message of love, compassion and salvation. സ്നേഹം, അനുകമ്പ, രക്ഷ. ഫാദർ സെബാസ്റ്റ്യൻ തടത്തിലാണ് സാബു അച്ഛനിൽ ഒരു ദൈവിക നിയോഗം കണ്ടെത്തുകയും അദ്ദേഹത്തെ റൈപ്പൂർ രൂപതയിലേക്ക് വൈദിക പഠനത്തിനു വേണ്ടി ക്ഷണിക്കുകയും ചെയ്തത്. Let us show our appreciation for his selfless service and dedication to Lord. 25 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഫാദറിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഈ ഒരു ദിവസം എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന നല്ലൊരു ദിനമാക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. We have a wonderful programs lined up with speech, songs and cake cutting. അപ്പോൾ പ്രോഗ്രാം തുടങ്ങിയാലോ? ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ യോഗം ആരംഭിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. തൊഴുകൈയോടെ തിരുസന്നിധിയിൽ ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ
സന്നിധിയിൽ ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ. എല്ലാവർക്കും ഇരിക്കാം. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സാബു അച്ഛനെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെയും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ചെറുപ്പം മുതലേ അച്ഛൻ്റെ എല്ലാ വളർച്ചയിലും കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സജി മുരിയൻവേലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഫ്രണ്ടിലിരിക്കുന്ന അച്ഛന്മാരെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും വേദിയിലേക്ക് വരേണ്ടതാണ്. അതുപോലെ തന്നെ അച്ഛന്മാരെയും ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇടവക്കാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വാഗതം ആശംസിക്കുന്നു. ദൈവം ഇഷ്ടപ്പെടുന്നവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ചുമതലപ്പെടുത്തുന്നതാണ് വൈദിക ശുശ്രൂഷ. ഇനി എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ ഞാൻ സ്വാഗതം ആശംസിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ ജോൺ ചാവേലി അച്ഛനെയാണ്. ഞാൻ ഈ ഒരു ജൂബിലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛനോട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞു തന്നു. അതിൻ്റെ ചടങ്ങുകൾ, കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നെ മനസ്സിലാക്കി തന്നു. എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ഈ പെരുന്നാളിൻ്റെ തിരക്കിലായിരുന്നെങ്കിലും ഇതിന് ഒരു കുഴപ്പം വരാതെ നല്ല രീതിയിൽ നടത്തുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഫാദർ ജോൺ ചാവേലി അച്ഛനെ വളരെ ആദരപൂർവ്വം എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വളരെ തിരക്കിനിടയിലും ഇവിടെ ഞങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ ഭാഗഭാഗാകാൻ എത്തിച്ചേർന്ന ഞങ്ങളുടെ നേരത്തെ ഇവിടെ വികാരിയായിട്ടിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കോളേജ് അധ്യാപനത്തിൻ്റെയൊക്കെ തിരക്കിലായിരുന്നെങ്കിലും ഈ സാബുച്ചൻ്റെ ഈ ജൂബിലി ഭംഗിയാക്കുവാനായിട്ട് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ റോഷൻ എണ്ണക്കാപ്പള്ളി അച്ഛനെ വളരെ ആദരപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വളരെ ദൂരെ നിന്നാണ് എത്തിച്ചേർന്ന ഫാദർ സാബു ഞാറോലിക്കൽ MST അച്ഛൻ, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സിസ്റ്റേഴ്സ്, എൻ്റെ ചിറ്റപ്പൻ്റെ മോള് ആൽഫി മരിയ ഉണ്ട്. ആൽഫി മരിയ തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രിഗേഷനിൽ ജോലി ചെയ്യുകയാണ്. വളരെ ആദരപൂർവ്വം ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ നന്ദിയുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ചീരക്കുളങ്ങര റോസറി സിസ്റ്ററുണ്ട്. റോസറി സിസ്റ്ററിനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മകളായ സിസ്റ്റർ റാണിയുണ്ട്. സിസ്റ്റർ റാണീനെ വളരെ ആദരപൂർവ്വം എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മഠത്തിലെ സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് അൽഫോൺസാപുരത്തിൻ്റെ പ്രിയ ബഹുമാനപ്പെട്ട ജ്യോതി സിസ്റ്ററിനെ ഞങ്ങളുടെ ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും അലങ്കരിക്കുവാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത്, ഞങ്ങൾക്കിതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ലായിരുന്നെങ്കിലും സിസ്റ്റർ വളരെ സഹായിച്ചു. അവരുടെ കോൺഗ്രിഗേഷനിലുള്ള എല്ലാ സിസ്റ്റർക്കും, പ്രത്യേകിച്ച് ജ്യോതി സിസ്റ്ററിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നത് പോലെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ ചിറ്റപ്പൻ്റെ മകളായ സിസ്റ്റർ വത്സമ്മ റിട്ടയർഡ് ചെയ്തു. പുള്ളിക്കാരത്തി വിശ്രമ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് സാബുച്ചൻ്റെ ഈ പരിപാടി ഭംഗിയാക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന സിസ്റ്റർ വത്സമ്മ സിസ്റ്ററിനെ എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ
ഇനി സ്വാഗത ആശംസിക്കുന്നത് നമ്മുടെ ജൂബിലേറിയനായ ഫാദർ സാബു മുരിയമ്മേലിനെയാണ്. അദ്ദേഹത്തിൻ്റെ 2000-ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്തൻ കുർബാന. ഫാദർ ബിഷപ്പ് ജോസഫ് ചർലങ്കുന്നേൽ പിതാവിൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി അദ്ദേഹം വൈദികനായി തീർന്നു. പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്താണ് പിതാവ് മരിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ എല്ലാം ജീവിതം ഒരു ചോദ്യചിഹ്നമായി തീർന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു. അതെല്ലാം ഞങ്ങളുടെ അയൽക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചു. അതിലേക്കായി ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കുമുള്ള എല്ലാവരെയും ഞങ്ങൾ സ്മരിക്കുന്നു. ഞങ്ങൾ അവരോടുള്ള കടപ്പാടും രേഖപ്പെടുത്തുന്നവരെല്ലാം ഞങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാബുച്ചനിൽ ഒരു വൈദികൻ ഒരു ദൈവനിയോഗം കണ്ടെത്തി സാബുച്ചനെ സെമിനാരിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തടത്തിലച്ഛനെ പ്രത്യേകം സ്മരിക്കുകയാണ്. അദ്ദേഹമാണ് സാബുച്ചനിലൊരു ആത്മീയത കണ്ടെത്തുകയും സെമിനാരിയിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പം ഈ ജൂബിലി നിറവിൽ നിൽക്കുകയും ചെയ്യുന്നത് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുന്നമ്പുറത്ത് സലോമി സിസ്റ്ററിനെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. സിസ്റ്റർ ഞങ്ങൾക്ക് ആശംസാ സന്ദേശം അയച്ചിട്ടുണ്ട്. സിസ്റ്ററിനെ പ്രത്യേകം സ്മരിക്കുന്നു, പ്രത്യേകം സ്വാഗതം പറയുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഈ ചെറിയ പരിപാടിയിൽ സംബന്ധിക്കാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വാഗതം. പ്രത്യേകം എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് ഒറ്റ വാക്കിൽ തന്നെ എല്ലാവർക്കും ഉള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. May the warmth and radiance of this flame symbolize the hope, peace and joy that we seek. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ദീപം തെളിയിക്കാൻ സാബു അച്ഛനെയും മറ്റ് വിശിഷ്ട അതിഥികളെയും ക്ഷണിക്കുന്നു. മറന്നുപോയത്, ഞങ്ങളുടെ ഒരു പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജർമ്മനിയിൽ നിന്നും സാബുച്ചൻ്റെ ജൂബിലി കൂടുവാനായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. സിസ്റ്റർ ലിയ ടോം പരുവനാനിക്കൽ. ഞാൻ മറന്നുപോയിരുന്നു, സോറി പറയുന്നു. പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സിസ്റ്ററിനൊരു നല്ല കയ്യടി കൊടുക്കാവുന്നതാണ്. ഒരു നിമിഷം. ശുഭകാര്യത്തിന് മുമ്പ് മധുരം കഴിക്കണമെന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? 25ാമത് ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ഛന് കുറച്ച് മധുരം നൽകിയാലോ? കേക്ക് കട്ടിങ്ങിനായി സാബു അച്ഛനെയും സാബു അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയും മറ്റ് വിശിഷ്ട അതിഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ.
അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ഹാരമണിയിക്കാൻ വേണ്ടി പ്രിയാനെ ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി പ്രീതിമോളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചാവേലി അച്ഛനെ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട സാബു അച്ഛ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മുരിയമ്പേരി കുടുംബാംഗങ്ങളെ, ഏറ്റവും സ്നേഹം പറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സാബു അച്ഛന് ജൂബിലി 25 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമുള്ള ഒരവസരമാണ്. നമുക്കറിയാം, വളരെ ഫ്രണ്ട്ലിയായ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മോട് എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ഒരു നല്ലൊരു വൈദികനാണ് സാബു അച്ഛൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തോട് നല്ല ഒരടുപ്പവും ഒരു നല്ലൊരു കൂട്ട് എപ്പോഴും ഉണ്ടാകുക. അതുപോലെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും എപ്പോഴും സന്മനസ്സോടുകൂടെ ആയിരിക്കുവാനായിട്ട് മുൻകാരി അച്ഛന്മാർ മാത്രമല്ല, എനിക്കാണെങ്കിൽ പോലും അച്ഛൻ അവധിക്ക് വരുമ്പോൾ അച്ഛൻ ഞാൻ എത്ര ദിവസം ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ഏറ്റവും സന്തോഷപൂർവ്വം ഭംഗിയായി ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വൈദികനാണ് സാബു അച്ഛൻ. നമുക്കറിയാം, ഒരു 25 വർഷക്കാലം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരവസരമാണ്. നമ്മൾ ആഘോഷം നടത്തുന്ന അവസരമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് അടുത്ത ഒരു 25 വർഷത്തിലേക്കുള്ള പുതിയ ഒരു തുടക്കത്തിൻ്റെ ഭാഗവും കൂടെയാണ്. നമ്മളിന്ന് അച്ഛനെ കൊണ്ട് തന്നെ കൊടിയിറക്കി ഇത്രയും ദിവസം നമ്മൾ ആഘോഷങ്ങൾ നടത്തുകയായിരുന്നു. കൊടിയിറക്കുന്ന ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഘോഷമാക്കാറില്ല. അത് പക്ഷേ 25 വർഷത്തിൻ്റെ ആഘോഷം നമ്മൾ നടത്തുമ്പോൾ ആ ആഘോഷം പൂർണ്ണമാകുന്നതോടൊപ്പം തന്നെ പുതിയ ഒരു തുടക്കത്തിൻ്റെ 50ലേക്കുള്ള ഒരു ആരംഭത്തിൻ്റെ തുടക്കത്തിൻ്റെ അവസരവും കൂടെയാണ്. ഇനിയും 25 വർഷങ്ങൾ അല്ലെങ്കിൽ വീണ്ടും 50 വർഷങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇത്രയും സുന്ദരനാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത് ഇപ്പോഴാണ് എന്ന്. തീർച്ചയായും അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലം റായ്പൂർ രൂപതയാണ്. റായ്പൂർ രൂപതയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ആ സ്ഥലങ്ങളിലേക്ക് ഇത്രയും വർഷക്കാലം അവിടുത്തെ ആളുകൾക്ക് വേണ്ടി അവിടുത്തെ രീതിക്കനുസരിച്ച് പെരുമാറി ജീവിച്ച് മുന്നോട്ട് പോരുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ സാഹചര്യങ്ങളിൽ പോലും ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് അച്ഛൻ കാണിക്കുന്ന ആ വലിയ മനസ്സിന് ഇനിയും അച്ഛൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും അതിലെല്ലാം ഉപരിയായിട്ട് അൽഫോൻസാപുരം ഇടവകയുടെ പേരിലും അച്ഛൻ്റെ രജതജൂബിലിയുടെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. താങ്ക് യു ഫാദർ. അടുത്തതായി അച്ഛന് ആശംസ നൽകുന്നതിനായി ഫാദർ സാബു ഞാറോലിക്കൽ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ഛനും ഇന്ന് ജൂബിലി ആഘോഷിക്കുന്നതാണ്. അതുകൊണ്ട് അച്ഛനും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ജൂബിലി ഇടവകയിൽ ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട സാബു അച്ഛ, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛ, സിസ്റ്റേഴ്സ്, അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, മറ്റ് അതിഥികളെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുക. ഒരുപക്ഷെ അച്ഛൻ്റെ ബാച്ചിൽപ്പെട്ട ഞങ്ങൾ 25 പേരാണ് തിയോളജി പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഏകദേശം 12 പേരോളം മധ്യപ്രദേശിൽ ഭോപ്പാലിനടുത്തുള്ള ആസ്റ്റ എന്ന് പറഞ്ഞ തിയോളജി സെമിനാരിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഞങ്ങളുടെ ജൂബിലി ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. പക്ഷെ എല്ലാവരും തിരക്കുള്ളവരായതുകൊണ്ടും പലർക്കും ഇപ്പോൾ വരാൻ സാധിക്കാത്തതുകൊണ്ടും എനിക്ക് വരാൻ സാധിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യം, നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ അയോഗ്യരായ ദാസന്മാരാണ്, ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയണം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ബഹുമാനപ്പെട്ട സാബോച്ചൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള സാബോച്ചൻ ഇങ്ങനെയാണ്. തന്നെ അധികാരികൾ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കടമകളും കൃത്യമായി എളിമയോടുകൂടെ നിർവഹിച്ച് അതെല്ലാം എൻ്റെ കടമ മാത്രമായിരുന്നു എന്ന് പറയുവാനായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുള്ള, വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ ജീവിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ആദരണീയനും മാതൃക കാണിക്കാൻ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന സാബോച്ചിനാണ് നമുക്ക് ഇവിടെ ഇന്ന് ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്കിവിടെ ഉള്ളത്. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് കർത്താവ് നിങ്ങളെ ഉയർത്തും. എപ്പോഴും എളിമയോടുകൂടെ, വികാരിച്ചൻ പറഞ്ഞതുപോലെ എളിമയോടുകൂടെ, എല്ലാവരോടും സൗഹൃദത്തോടെ സ്നേഹത്തോടെ ഏത് ജോലിയും ചെയ്യാൻ എപ്പോഴും തയ്യാറായി സെമിനാരിയിലും ഇപ്പോഴും ആയിരിക്കുന്ന ഈ അച്ഛനെ ദൈവം ഒത്തിരി ഉയർത്തിയിട്ടുണ്ട്. 14 വർഷമാണ് സെമിനാരിയിൽ മാത്രമായിരുന്നത്. അപ്പോൾ 14 വർഷം മൈനർ സെമിനാരിൽ പഠിപ്പിക്കുക, അതിൻ്റെ വലിയൊരു കാലഘട്ടത്തിൽ ആ സെമിനാരിയുടെ റെക്ടറായിരിക്കുക. ഒരു രൂപതയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് റെക്ടറാകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വഭാവ ഗുണം വേണം, അത്യാവശ്യം അറിവ് വേണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇതെല്ലാം സാബോച്ചിന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾക്ക് മാതൃകയായിട്ടാണ് സാബോച്ചിനുണ്ടായിരുന്നത്. അപ്പോൾ ബന്ധുക്കൾക്കും അവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഇടവകയ്ക്കും അഭിമാനിക്കാം, നമുക്ക് വിശുദ്ധനായ വിശ്വാസമുള്ള ഒരു വൈദികന് ഈ ഇടവകയിലുണ്ട് എന്നുള്ളത്. അച്ഛൻ പറഞ്ഞതുപോലെ, വികാരച്ചൻ പറഞ്ഞതുപോലെ റേപ്പൂർ രൂപത എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഒരു 4-5 രൂപതകൾ ഒന്നിച്ച് ചേർത്താൽ അത്രയും വരും ഈ റേപ്പൂർ രൂപത എന്ന് പറയുന്നത്. മധ്യപ്രദേശിൻ്റെ ഒരു ഭാഗവും, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒറീസയുടെയൊക്കെ ബോർഡറിലായിരിക്കുന്ന ഈ രൂപതയിൽ അച്ഛന് ഇത്രയും വർഷം ജോലി ചെയ്തു. നല്ല രീതിയിൽ അച്ഛൻ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം സ്മരിച്ചുകൊണ്ട്, അച്ഛൻ സഭയ്ക്ക് നൽകുന്ന വലിയ ദാനങ്ങൾ ഓർത്തുകൊണ്ട്, ഈ ഇടവകയിൽ അച്ഛൻ നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർത്തുകൊണ്ട്, എല്ലാ ദൈവാനുഗ്രഹങ്ങളും അച്ഛന് ദൈവം സമർത്ഥമായി നൽകിയിരുന്നെന്ന് വിശ്വസിച്ചുകൊണ്ടും അത് ഇനിയും ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Father. Thank you so much for your kind words. അടുത്തത് ഒരു ആശംസാ ഗാനവുമായി നമ്മുടെ ഗായക സംഘം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ആശംസഗാനം പാടാം, ആമോദഗാനം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നീട്ടിഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഒരുപാടു നന്മകളേകി, അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള
പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ നന്ദിതൻ നറുമലരേകാം പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ ആശംസഗാനം പാടാം ആമോദരാഗം മൂളാം ഞങ്ങളെ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങളെ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ സ്നേഹബഹുമാനപ്പെട്ട ജൂബിലേറിയൻ ബഹുമാനപ്പെട്ട സാബുവച്ച, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരിയച്ച, സ്നേഹം നിറഞ്ഞ ജോൺസനച്ച, സാബുവച്ച, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മുരിയംവേലി കുടുംബാംഗങ്ങളെ, ഈ സമ്മേളനത്തിൽ ഈ ആഘോഷത്തിൽ പങ്കുചേരുവാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ജൂബിലി ആഘോഷിക്കുന്ന സാബുവച്ചന് ആശംസകൾ നേരാൻ നാം ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുകയാണ്. ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോകുക എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പ്രത്യുത്തരം നൽകി ആത്മാവിൽ ജ്വലിച്ച് തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഇന്ന് പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സാബുവച്ചന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും എന്ന തിരുവചനത്തെ അന്വർത്ഥമാക്കി റായ്പൂർ രൂപതയിൽ റെക്ടർ, വികാരി എന്നീ നിലകളിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്ന സാബുവച്ചൻ റായ്പൂർ രൂപതയ്ക്ക് മാത്രമല്ല, മുരിയംവേലി കുടുംബത്തിനും മാത്രമല്ല, അൽഫോൻസാപുരം ഇടവകയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും അനുഗ്രഹപ്പെട്ടതുമായ ഒരു വ്യക്തിത്വമാണ്. മോൻസ് ജോസഫ് സാറിനെ അച്ഛന് ആശംസ നൽകുന്നതിനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനും അഭിനന്ദരായ വൈദിക സിസ്റ്ററും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും എല്ലാം സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ വെച്ച് പ്രിയപ്പെട്ട സാബുവച്ചന് പൗരോഹിത്യ ജൂബിലിയുടെ എല്ലാ മംഗളാശംസകളും ഞാൻ നേരുകയാണ്. റായ്പൂർ അതിരൂപതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വൈദിക സെഷനായി, ഇടവക വികാരിയായി, രൂപതയ്ക്ക് വേണ്ടി മൊത്തത്തിൽ തന്നെ അച്ഛൻ്റെ വലിയ സംഭാവനകളാണ് ഇതിനോടകം ഉണ്ടായിട്ടുള്ളത്. ഇനിയും അത് കർമ്മനിരതമായി മുന്നോട്ട് പോകുവാനും ദൈവജനത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും സാബുവച്ചനെ ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാൻ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ആശംസകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ കുർബാന തീർന്നിട്ടില്ല, അപ്പോൾ മറ്റ് വിവിധ ചടങ്ങുകളുള്ളതുകൊണ്ട് ഇവിടെ സമയമാകുന്ന കണക്കാക്കി വരാം എന്ന് ഉദ്ദേശിച്ചു. പക്ഷേ ഇപ്പോൾ ഭാഗ്യവശാൽ സമയത്ത് തന്നെ വരാൻ കഴിഞ്ഞു. എന്നെ കൂടി ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിയതിന് കുടുംബാംഗങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. സാബുവച്ചൻ്റെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുവാൻ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഒക്കെയുള്ള മഹനീയമായ സന്ദർഭമായി ഈ പൗരോഹിത്യ രജത ജൂബിലിയുടെ ആഘോഷം മാറുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇനിയും സാബുവച്ചന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൂബിലിയുടെ എല്ലാവിധ മംഗളാശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആശംസാ പ്രസംഗത്തിന് വേണ്ടി സാബുവച്ചൻ്റെ സഹോദരി സിസ്റ്റർ ആൽഫി മരിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി സിസ്റ്ററിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജൂബിലേറിയൻ സാബുവച്ച, പ്രിയപ്പെട്ട വികാരിയച്ച,
വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മോൻസിസ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളിന്നിവിടെ എല്ലാവരും ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഇവിടെ ആയിരിക്കുന്ന ഈ വേളയിൽ ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സാബു അച്ഛൻ ഞങ്ങളുടെ മുരിയൻവേലി കുടുംബത്തിന് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ്. ദൈവം ഞങ്ങൾക്ക് തന്ന വലിയൊരു നിധിയാണ് ഇവിടെ പറയുന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ദൈവത്തെ കരങ്ങളിലെടുക്കുന്നതിനും അനേകർക്ക് പകർന്നു കൊടുക്കുന്നതിനും ദൈവം പ്രത്യേകമായി അനേകരിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്യുന്ന പുരോഹിതർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത വലിയൊരു ഘടകം തന്നെയാണല്ലോ. ഓരോ പ്രഭാതത്തിലും ദിവ്യസക്രാരിയിൽ ഈശോനാഥൻ വളരെ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെ ഒരു വൈദികൻ്റെ കാലച്ച കാത്തിരിക്കുകയാണ്. അവൻ്റെ കൈകളിലൂടെ എടുക്കപ്പെടുന്നതിനും ആശീർവദിച്ച് മുറിക്കപ്പെടുന്നതിനും തൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അതുവഴി കടന്നു ചെല്ലുന്നതിനും വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറയുകയുണ്ടായി, എൻ്റെ മുൻപിൽ ഒരു വൈദികനും ഒരു മാലാഖിയും ഒരുമിച്ച് വന്നാൽ ആദ്യം ഞാൻ ആ വൈദികൻ്റെ കരങ്ങൾ മുത്തും, ശേഷം മാലാഖിയെ കുമ്പിടുമെന്ന്. ഇതിലൂടെ ഒരു പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം വലുതാണെന്ന് നമുക്ക് വ്യക്തമായി കിട്ടുന്നുണ്ട്. ഈ സമയം ബഹുമാനപ്പെട്ട സാബു അച്ഛൻ സെമിനാരി റക്ടറായും ഇടവ വികാരിയുമൊക്കെ ആയി സേവനമനുഷ്ഠിച്ച കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനിലൂടെ ദൈവം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സഭയിലേക്കും സമൂഹത്തിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കുമൊക്കെ ചൊരിയുകയുണ്ടായി. അവയൊക്കെ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്ന നല്ല നിമിഷങ്ങളാണല്ലോ ഈ ജൂബിലിയുടെ അവസരം. ഈ സമയം പ്രിയപ്പെട്ട അച്ഛനിലേക്ക് ദൈവം നിക്ഷേപിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നല്ല തമ്പുരാന് നന്ദി പറയുന്നു. അച്ഛൻ്റെ വിലയേറിയ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ലഭിച്ചിട്ടുള്ള എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളെയും നന്മകളെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ വിശ്വസ്തനായി വിശ്വസ്തയോടെ ജീവിക്കുവാൻ നല്ല ദൈവം അനുഗ്രഹിച്ചു. വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശിഷ്ടജീവിതം വിശുദ്ധിയോടെ തൻ്റെ പൗരോഹിത്യം പരികർമ്മം ചെയ്ത് നല്ലൊരു വിശുദ്ധനായി തീരുവാൻ 25 വർഷത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രത്യേകമായി ആശംസിക്കുന്നു. ഇനിയും 50-75 വർഷങ്ങളൊക്കെ ജൂബിലി ആഘോഷിക്കാൻ ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ബാച്ചുകാരനും അച്ഛനോടൊപ്പം അഭിഷേകം ചെയ്യപ്പെട്ടതുമായ പ്രിയപ്പെട്ട അതും സാബു അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെയും ജൂബിലിയറാണല്ലോ. 2 സാബു അച്ഛന്മാർക്കും ജൂബിലിയുടെ എല്ലാവിധമായ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും പ്രത്യേകമായി ആശംസിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി റാണി സിസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഇന്ന് ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന സ്നേഹം ബഹുമാനപ്പെട്ട സാബു അച്ഛ, പ്രിയപ്പെട്ട വികാരി അച്ഛ, വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, ഏറ്റവും സ്നേഹത്തോടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് സാബു അച്ഛൻ്റെ ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരുവാനായിട്ട്. നല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നല്ല ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. ഈ തിരുവചനം ഓർക്കുമ്പോൾ ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ദൈവത്തോട് നന്ദി പറയുവാനായിട്ടാണുള്ളത്. കഴിഞ്ഞുപോയ നാളുകളിലൊക്കെ ദൈവം ചെയ്ത വലിയ വൻ കാര്യങ്ങൾ ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് നല്ല ദൈവം അനുഗ്രഹിച്ച നിമിഷങ്ങൾ, ഇന്നുവരെയും വഴി നടത്തിയ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന, ഇതൊക്കെ ഓർമ്മിക്കുവാനായിട്ട് അച്ഛനോടൊപ്പം നമ്മളും ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയുന്ന ഒരു വലിയ അവസരമാണ്. ഞാൻ ഓർക്കുകയാണ് എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുള്ള അച്ഛനെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഒത്തിരിയേറെ ആഗ്രഹത്തോടും തീഷ്ണതയോടും അതിലുപരി
ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ പൗരോഹിത്യ ജീവിതം അതിനെ ആഞ്ഞു പുലുകുവാനായിട്ട്, അതിനത്രയേറെ വലിയ പ്രാധാന്യം കൊടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ അതിനെ കരുതിക്കൊണ്ട് അതിനെ ആഞ്ഞു പുലുകുവാനായിട്ട് ഒത്തിരി ത്യാഗങ്ങൾ അച്ഛന് എടുക്കേണ്ടി വന്നു. അതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതൊക്കെ സ്വീകരിക്കുവാനും അതൊക്കെ തമ്പുരാന് സമർപ്പിക്കുവാനുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി വളരെ സന്തോഷത്തോടുകൂടെ വളരെ സ്നേഹത്തോടുകൂടെ സാബുവച്ചനെ ഓർക്കുകയും അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ വീടാണ് സാബുവച്ചൻ്റെ വീട്. അതിനാൽ തന്നെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഈ വചനം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ അന്വർത്ഥമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ അച്ഛൻ്റെ ജീവിതത്തിലൂടെ ദൈവം ഒത്തിരിയേറെ കുടുംബങ്ങളെ, ഒത്തിരിയേറെ മക്കളെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്, ഒത്തിരിയേറെ പേരെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ പേരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ പേർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുവാനായിട്ട്, നല്ല വഴികളിൽ നയിക്കുവാനായിട്ടൊക്കെ അച്ഛൻ്റെ ജീവിതത്തിലൂടെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് നന്ദി പറയുകയും ഒപ്പം ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ജൂബിലി ആഘോഷിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുമ്പോൾ അച്ഛന് ഒത്തിരിയേറെ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇനിയും അച്ഛൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അങ്ങനെയുള്ള പറയുക, നമ്മൾ സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് പ്രൊസീഡ്. ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഒത്തിരിയേറെ മക്കളെ, ഒത്തിരിയേറെ കുടുംബങ്ങളെ, ഇടപെടുന്നവർക്കൊക്കെ ആശ്വാസമായിട്ടും സമാധാനമായിട്ടും അതുപോലെ ഒത്തിരിയേറെ പേരുടെ കണ്ണീരൊപ്പുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ അച്ഛൻ്റെ ജീവിതത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി അച്ഛന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. ഇന്ന് അവസാനമായി ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന സാബു അച്ഛന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടാലോ. നന്ദി പറയുവാനായി ഫാദർ സാബു മുരിയൻവേലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യോടുകൂടി അച്ഛൻ ഇന്ന് 25 വർഷത്തെ പ്രിസ്ലി ഓർഡിനേഷനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ നല്ലൊരു കയ്യോടുകൂടി അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ ബഹുമാനപ്പെട്ട ജോൺ അച്ഛ, പാരിഷ് പ്രീസ്റ്റ്, ജോൺസൺ അച്ഛ, എൻ്റെ കൂടെ ജൂബിലി ആഘോഷിക്കുന്ന സാബു ഞാറോലിക്കൽ അച്ഛൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, ഇന്ന് വളരെ സന്തോഷത്തോടും ദൈവത്തോട് ഹൃദയം നിറഞ്ഞ നന്ദിയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ പുതിയ വീട് പണിത ശേഷം അമ്മച്ചീനെ ഒരു വീൽ ചെയറിലിരുത്തി ചേട്ടായി എല്ലാ വീടുമുറികളൊക്കെ കാണിച്ച് കൊടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ അമ്മച്ചി ഒരേ കാര്യമാണ്, എല്ലാം ദൈവാനുഗ്രഹം, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് അമ്മച്ചി ഇങ്ങനെ പറയുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാൻ 8ാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് എനിക്കൊരു വൈദികനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ, അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പം വൈദികനാണെന്ന് വിചാരിച്ച് പല ക്യാമ്പുകളെല്ലാം കൂടി എന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചായും അമ്മച്ചി എന്ത് ചെയ്താൽ വിടിയലായിരുന്നു. ഒത്തിരിയേറെ സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു. ഞങ്ങൾ 10ാം ക്ലാസ് വരെ എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ എന്നാന്നൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പച്ചായ അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും നല്ലതല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അപ്പച്ചായും അമ്മച്ചി ഞങ്ങളെ കാര്യമായിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ സെമിനാരിൽ ചേർന്നെന്ന് പറഞ്ഞ് ആയപ്പോൾ പല ക്യാമ്പിലും കൂടി ഒടുവിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു അനുവാദം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒടുവിൽ വളരെ വിഷമിച്ച് അനുവാദം കിട്ടി സെമിനാരി ചെല്ലാമെന്ന് വെച്ച് ഞങ്ങൾ ആദ്യം ചേർന്നത്. പിന്നെ അന്വേഷിച്ച ഞാൻ MCBS സഭയിലേക്കാണ് ആദ്യം പോകാൻ തീരുമാനിച്ചത്. അമ്മച്ചി പറഞ്ഞു, അതൊക്കെ ദൂരെ പോയാൽ നിന്നെ ഒന്നും കാണാൻ പറ്റിയല്ല, അങ്ങനെ നീ ചേരണമെങ്കിൽ പാലാരൂപത ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാലാരൂപതയിൽ ചേർന്നപ്പോൾ അവിടെ എല്ലാവരും എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ടൂറാ രൂപതയ്ക്ക് വേണ്ടിയിട്ട് 3 പേരെ എടുക്കാറുണ്ട്, അപ്പോൾ അതിന് ടൂറേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ ഇവിടെ ഫോർമേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ടൂറാന്ന് പറഞ്ഞാൽ എവിടെയാണെന്നൊന്നും അറിയത്തില്ല, എവിടെയെങ്കിലും അച്ഛനായാൽ മതി എന്നുള്ള ആഗ്രഹമാണ്. അപ്പോഴവിടെ ചേർന്ന് അന്ന് നമ്മുടെ മുരിക്കൽ പിതാവ് ഞങ്ങളുടെ ഒരു ബാച്ചാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ പഠിച്ചത്. അച്ഛൻ ഇച്ചിരി സീനിയറായിട്ടാണ് വന്നത്.
അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചായും അമ്മച്ചിയും എല്ലാ മാസവും വരും. വന്നു കഴിഞ്ഞാൽ അമ്പച്ചി പോകാൻ നേരത്ത് ഭയങ്കര കരച്ചിലാണ് എന്നെ കാണുമ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ആ ആദ്യത്തെ ഉത്സാഹമൊക്കെ കുറഞ്ഞു പോന്ന്. പിന്നെ ഒടുവിൽ അവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വലിയ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചെങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നെ അപ്പച്ചായിക്ക് അസുഖം വന്ന് മരിക്കുന്നത്. അപ്പച്ചായിയുടെ മരണം ഞാൻ ഓർക്കുന്ന ഇതാണ്, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അപ്പച്ചായി മരിക്കുകയാണ്, മരിച്ചു പോകുന്നത്. ഇങ്ങനെ മരിക്കുന്ന സമയത്ത് എന്നെയും ചേട്ടായിനെയും അടുത്ത് വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചിയെ വിഷമിപ്പിക്കരുത്, പിന്നെ സിന്ധുവിനെയും കരയിപ്പിക്കരുത്, ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പിന്നെ വീട്ടിൽ പല കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് സെമിനാരിൽ പോകണമെന്ന് അച്ഛനാണെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടായും ജോലിയൊക്കെ അന്വേഷിച്ച് പോയി. വീട്ടിൽ പിന്നെ അമ്മച്ചിക്കും അസുഖമായി വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവിടെ തടത്തിൽ റബ്ബർ വെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ സെബാസ്റ്റ്യൻ അച്ഛൻ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ അച്ഛനോട് ഇങ്ങനെ തമാശയായിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു, ഇവന് സെമിനാരിയിൽ ഒക്കെ പോയ ആളാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സെമിനാരിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴച്ഛൻ ഞാൻ പറഞ്ഞു, അച്ഛാ ഇനിയിപ്പോൾ എങ്ങനെയാണോ പോവുക, എനിക്ക് അതിൻ്റെ സാഹചര്യമൊന്നുമില്ല, അത് നീ തീരുമാനിച്ചിട്ട് വരുവാണെങ്കിൽ റായ്പൂർ സ്ഥിതി ഇതുണ്ടെന്ന്. ഞാൻ പിന്നെ ഒരു ആപ്ലിക്കേഷൻ റായ്പൂരിൽ എഴുതി. അങ്ങനെയാണ് എനിക്ക് റായ്പൂരിൽ പോകാനുള്ള അവസരം കിട്ടുന്നത്. അവിടെ ചെന്ന ശേഷം പലപ്പോഴും പല സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ നല്ലതല്ലായിരുന്നു. അപ്പോൾ എനിക്ക് സെമിനാരിൽ പോകാൻ വേണ്ടിയിട്ട് ഒട്ടേറെ നമ്മുടെ ബന്ധുമിത്ര ആളുകളും എല്ലാവരും അയൽക്കാരും എല്ലാവരും ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വൈദികനായ ശേഷവും എപ്പോഴും എൻ്റെ മനസ്സിലൊരു വിഷമം കിടക്കുന്ന ഇതാണ്, വീട്ടിലെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വൈദികനായതാണോ എന്നൊരു വിചാരം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടെങ്കിലൊന്നും അതൊന്നും എനിക്കത് കൂടാൻ പറ്റുകയല്ലായിരുന്നു. പിന്നെ ഞാനിത് പലരോടും ഷെയർ ചെയ്ത് പിതാവിനോടും പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു, അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്, നിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം. പിന്നെ അതിനുശേഷം വൈദികനായ ശേഷം ഞാൻ നോക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു പോയത് കാരണം മനുഷ്യൻ്റെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമുക്കൊരു വിചാരം വരുന്നുണ്ട്. ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോയത് കാരണം ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കണം. അങ്ങനെ അതുകൊണ്ട് ഒട്ടേറെ മനുഷ്യരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടേറെ നല്ല സഹകരണങ്ങൾ മനുഷ്യരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പിതാവിനെയും എനിക്ക് അഭിഷേകം തന്ന ജോസഫ് അഗസ്റ്റിൻ പിതാവ് ഇപ്പം പ്രായമായി ഉണ്ട്, പിതാവിനെ പ്രത്യേക നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിതാവ് ഹെൻറി ടാക്കൂർ നെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ ഈ പുരോഹിത ജീവിതത്തിൽ എന്നെ എല്ലാ കൈപിടിച്ച് നടത്തിയ ഒത്തിരിയേറെ പ്രാർത്ഥന വഴി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ഒത്തിരി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. എല്ലാ അച്ഛന്മാർ ഇവിടെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും കുർബാനയെന്ന് വെച്ച് നേരെ ചെല്ലാൻ അത്രയ്ക്ക് ഇച്ചിരി പരിചയക്കുറവൊക്കെ കാണും. പക്ഷേ എപ്പോഴും ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താതെ എനിക്കിവിടെ അവസരം എല്ലാ അച്ഛന്മാരും തന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും പ്രത്യേക നന്ദിയോടെ ശ്രമിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് എന്നെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും വളരെ വളരെ നന്ദിയോടുകൂടി എല്ലാവരോടും ഇവിടെ വന്നതിനെ പ്രതി ഞങ്ങളെ ഓർക്കുന്നു. മുന്നോട്ടും പ്രാർത്ഥിക്കുക. ഈ വിധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇനിയുള്ള 25 വർഷത്തെ അനുഭവം കൂടി ഒന്നും കൂടെ വൈദിക ദൈവവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് കൂടുതലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതിന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ അടുത്തിടയ്ക്ക് തന്നെ എൻ്റെ കുക്ക് അവിടെ ഈ 33 വർഷമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു ഫാമിലിയാണ്. എൻ്റെ വൈഫിന് പെട്ടെന്ന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇടവക്കാരോട് പറഞ്ഞു, ഇവരിത്ത് 30-33 വർഷം ജോലി ചെയ്തതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ചിലവ് നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി തന്നെ മുഴുവൻ ഓപ്പറേഷൻ 2 ലക്ഷം രൂപ പെട്ടെന്ന് സ്പോൺസർ ചെയ്ത് ആ കാര്യങ്ങൾ. പക്ഷേ ഓപ്പറേഷൻ സക്സസ് ആയില്ല, അവർ മരിച്ചുപോയി കഴിഞ്ഞ ആഴ്ച. പിന്നെ അത് ഇടക്കിയിട്ടാണ് ഞാൻ പോകുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ ദൈവം ഇപ്പോഴും കൂടെ നിൽക്കുന്നതിനെ ഓർത്ത് അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടും പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഈ ചൈതന്യത്തിൽ നിലനിൽക്കാനും ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നാണെന്ന് മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഓരോരുത്തരെയും നന്ദി പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ചേട്ടായും ചേച്ചിയൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ, അമ്മച്ചിയൊക്കെ മേലാണ്ട് കിടന്നപ്പോൾ ഒട്ടേറെ കാര്യങ്ങളെല്ലാം നോക്കി ഇനി എൻ്റെ കടമകൾ ചേട്ടായി വേണ്ട വിധത്തിൽ എല്ലാം നിയോഗിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഈ പ്രോഗ്രാമിന് നടത്തിയതിനൊക്കെ നന്ദി പറയാം. എനിക്ക് വലിയ ഉത്സാഹമില്ലായിരുന്നു ഈ ജൂബിലി ആഘോഷിക്കുക എന്നുള്ളത്. ഞാൻ യുദാസ്ലിയ പോലെ കർത്താവ് പറഞ്ഞു, ഇത് വിറ്റ് വല്ല കൊടുത്തിരുന്നെങ്കിൽ ദരിദ്രർക്ക് ദാനം ചെയ്യാമായിരുന്നു, അങ്ങനെ ഒരു വിചാരക്കാരനാണ്. പക്ഷേ ഒരു കർത്താവ് പറഞ്ഞാൽ ദരിദ്രർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും വരുന്നില്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ അതുവഴി ഇതിന് വേണ്ടിയിട്ട് ഒട്ടേറെ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഓർത്ത് ചേട്ടായെയും ചേച്ചിയെയും അതുപോലെ തന്നെ സഹകരിച്ച എല്ലാവരെയും സിസ്റ്റർ ആൽഫിയെയും മറ്റ് സിസ്റ്റേഴ്സ് ഇതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നതിനെയും പ്രത്യേകിച്ച് വികാരി അച്ഛനെയും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി സാബു അച്ഛ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്ലി വേർഡ്സ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും മുരിയൻ വേലി ഫാമിലിയുടെയും നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.
മഹിതാശകളും എന്നെ ഉൾകിടുമ്പോ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻ ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. താങ്ക് യു സജീങ്കൽ. ഇത്രയും നല്ല മനോഹരമായ ഗാനം ഇവിടെ ആലപിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ സിസ്റ്റർ റോസറി FIH. ഞങ്ങളുടെ ഈ മധുരവേലിയിൽ തന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഉണ്ട്. ഞാൻ സാബു അച്ഛൻ്റെ കൂടെ ഛത്തീസ്ഗഡിൽ 15 വർഷത്തോളം പല പ്രാവശ്യമായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. തടത്തിൽ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തെ കുഞ്ഞച്ചൻ എന്ന പേരിൽ ഞങ്ങൾ ചെറുപ്പത്തെ വിളിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും സാബു അച്ഛനും തൊട്ടിയിലച്ഛനും അങ്ങനെ ഈ ഇടവകയുടെ മക്കളായ ഞങ്ങൾ പലർ ഈ ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുന്നുണ്ട്. സാബു അച്ഛൻ്റെ ജീവിത രീതിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ സാധാ മനുഷ്യരെ പോലെ സാബു അച്ഛൻ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും പാപങ്ങളുടെ ഇടയിൽ ഒരു പാവമായി ജീവിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു വലിയ സ്കൂൾ, ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട്. എന്നിരുന്നാലും ആ രൂപതയുടെ ആരോഗ്യ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൈദികരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം വരുമ്പോൾ ഞങ്ങളാണ് എല്ലാ വൈദികരെയും ശുശ്രൂഷിക്കുന്നത്. അക്കൂട്ടത്തിൽ ഈ അച്ഛനെയും എനിക്ക് പരിചരിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം നാട്ടുകാരനും എൻ്റെ ഇടവക അംഗവുമായ അച്ഛനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ, അതായത് കോൺവെൻറ്റിൻ്റെ കൺഫസറാണ്. ഞങ്ങൾക്ക് കുമ്പസാരം തരുന്ന ആത്മീയ ഗുരുവാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഇടവകയിലെ ഒരു മകനെ തന്നെ ഇങ്ങനെ ഒരു ജൂബിലി ആഘോഷത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെ സാബു അച്ഛൻ്റെ ജീവിതം ഏറ്റവും ലളിതവും അതേപോലെ തന്നെ ആത്മാർത്ഥവും അതേപോലെ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ രൂപതയിലെ എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സമ്പന്നരാക്കുകയും അങ്ങനെ അനേകം വൈദിക വിദ്യാർത്ഥികൾക്ക് ഒരു പിതാവായി റേപ്പൂർ രൂപതയിൽ ജീവിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. കേരളം പോലെയല്ല റേപ്പൂർ രൂപത. അവിടുത്തെ പട്ടിണി പാവങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ജീവിക്കുന്ന അവസരങ്ങളിലാണ് ഞങ്ങളൊക്കെ അവിടെ ജീവിച്ചിട്ടുള്ളത്. സാബു അച്ഛൻ ഒരു വിശുദ്ധനായ സാബു അച്ഛനാണ്. അത് ഈ അൽഫോൻസാപുരം ഇടവകയ്ക്ക് എപ്പോഴും അഭിമാനാർഹമാണ്. അതിൽ ഞാൻ സാബു അച്ഛന് വേണ്ടി ഇത്രയും നേരം എല്ലാവരുടെയും പ്രസംഗങ്ങളെല്ലാം കേട്ടു. സാബു അച്ഛൻ വിശുദ്ധനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇപ്പോഴായിരിക്കുന്ന ഇടവകയെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാബു അച്ഛന് വേണ്ടി എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ആമേൻ. Thank you, sister. Thank you so much for your words.
ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാലവൻ എൻ്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. തന്നെ അനുഗമിക്കാൻ അവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. തന്നെ അനുഗമിക്കാൻ അവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. ശക്തി പകരും. പലപ്പൂവിതളിൽ വെണ്ണിലാപ്പുഴയിൽ ലാസ്യമാർമണയും സുരഭിരാത്രി അനുരാഗികളാ തരുസാധകളിൽ ശ്രുതി പൊഴിയും ഇളമഞ്ഞലയിൽ കാതിൽ നിൻ സ്വനം പലപ്പൂവിതളിൽ വെണ്ണിലാപ്പുഴയിൽ ലാസ്യമാർമണയും സുരഭിരാത്രി മകരമഞ്ഞു പെയ്തു
മൊഴികൾ പല പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭീരാത്രി വഴിമരങ്ങളെല്ലാം ഏതോ മഴ നനഞ്ഞു നിന്നു ഇലകളോ നിലാവിൻ ചുമലിൽ പതിയെ ചാഞ്ഞുറങ്ങി നൃത്തം വയ്ക്കുന്ന നക്ഷത്രത്തരികളിലാ തത്തി തത്തി കളിപ്പൂവിൽ പകരൂ നെഞ്ചിൽ നനവോലും മൊഴികൾ പല പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭീരാത്രി അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞ